യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മറിയം വനിതാ സമാജം 2024 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി, യേശുവിങ്കലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ള പുസ്തകത്തിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ് ഇന്നത്തെ നമ്മുടെ പഠനഭാഗം. ജീസസ് ക്രൈസ്റ്റ് ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്, യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ് നമുക്കറിയാം എബ്രായർക്ക് എഴുതിയ ലേഖനം 2ഉം 3ഉം അധ്യായങ്ങളായിരുന്നു നമ്മുടെ പഠനഭാഗങ്ങൾ, അല്ലെ? അതിൽ നമ്മൾ ക്രിസ്തുവിന്റെ ഈ 1, 2, 3 അധ്യായങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ഔന്നത്യത്തെ പറ്റിയും ക്രിസ്തുവിന്റെ ആളത്വത്തെ പറ്റിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ പേഴ്സൺഹുഡ് ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് പ്രത്യേകമായിട്ട് ഈ പുസ്തകത്തിന്റെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഏറ്റവും കാതലായ വിഷയം ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം എന്നുള്ളതാണ് നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന ഭാഗം. ദ സെൻട്രൽ തീം ഓഫ് ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ഇസ് ദ മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ് ആസ് ഇറ്റേണൽ ഹൈ പ്രീസ്റ്റ്. നിത്യ മഹാപുരോഹിതനായ ക്രിസ്തുവിനെ പറ്റിയാണ് നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഭാഗം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് എന്താണ് യഹൂദന്മാരുടെ അല്ലെങ്കിൽ എബ്രായരുടെ ജീവിതത്തിൽ മഹാപുരോഹിതന്മാർക്കുള്ളതായിട്ടുള്ള അവരുടെ സ്ഥാനം, അവരുടെ റോൾ എന്താണ് എന്ന് ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പറയാം. അക്കോർഡിംഗ് ടു ദി ജൂസ്, ദ ഹൈ പ്രീസ്റ്റ് വാസ് ദെയർ മീഡിയേറ്റർ ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. ഭൗതികമായിട്ട് ഫിസിക്കലായിട്ട് നോക്കുമ്പോൾ അവരുടെയും ദൈവത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാപുരോഹിതൻ. ദ ഓൺലി വൺ ഹു കുഡ് എൻറ്റർ ദ ഹോളി ഓഫ് ഹോളീസ് on their behalf on the day of atonement. പാപപരിഹാര ദിവസം ജനത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തം കഴിക്കുവാൻ വേണ്ടിയിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരേ ഒരാളാണ് ആര്? മഹാപുരോഹിതൻ. അന്നത്തെ ഒരു കാലഘട്ടം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ്. They were terrified to approach God. അങ്ങനെ എപ്രകാരം അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു, അതിനുവേണ്ടി അവർ നിയോഗിച്ചിരുന്ന ആളുകളാണ് മഹാപുരോഹിതന്മാർ. They did so through their high priest. ജനത്തിന് ദൈവസന്നിധിയിലേക്ക് വരുവാൻ തക്കവണ്ണം അവർ സാധിച്ചിരുന്നത് അവരുടെ മഹാപുരോഹിതന്മാരിലൂടെയായിരുന്നു. എന്നാൽ ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതപ്പെട്ട സാഹചര്യം, കാലഘട്ടം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടങ്ങളിലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തോട് അടുക്കുവാൻ അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ മഹാപുരോഹിതന്മാർ തന്നെ മതി എന്ന് വിചാരിച്ച് തിരിച്ച് അതിലേക്ക് കടന്നു പോകുന്ന യഹൂദ ജനത, ദ ഡിസ്കറേജ്ഡ് ഹീബ്രൂസ്, അവരെ ഉദ്ദേശിച്ചാണ് ക്രിസ്തുവാണ് നിങ്ങളുടെ മഹാപുരോഹിതൻ, ക്രൈസ്റ്റ് ഇസ് യുവർ ഹൈ പ്രീസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മഹാപുരോഹിതനാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ ലേഖനകർത്താവ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 അധ്യായങ്ങൾ വരെ പഠിച്ചു. ഇനിയും അങ്ങോട്ട് ഈ ഏറ്റവും കാതലായിട്ടുള്ള വിഷയമാണെന്ന് നമ്മൾ പറഞ്ഞു. 4, 5, 7 അധ്യായങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ 4ഉം 5ഉം അധ്യായങ്ങളായിരിക്കും നോക്കുന്നത്. അതിനുശേഷം മറ്റൊരു ക്ലാസ് ആയിട്ട് 7ാം അധ്യായവും നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ 2ഉം 3ഉം അധ്യായം, അതായത് ഈ പുസ്തകത്തിന്റെ ആദ്യം തൊട്ട് തന്നെ ക്രിസ്തു ഒരു മഹാപുരോഹിതനാണ് എന്നുള്ള ഒരു സൂചന നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് ലഭിക്കുന്നുണ്ട്. 2ാം അധ്യായത്തിന്റെ 17ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 17 ഡിസ്ക്രൈബ്സ് ക്രൈസ്റ്റ് ആസ് എ മെർസിഫുൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഹൈ പ്രീസ്റ്റ്. കരുണയുള്ളവനും വിശ്വസ്തനുമായ മഹാപുരോഹിതൻ എന്നാണ് 2ാം അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത്. പിന്നീട് എപ്പോഴാണ് 3ാം അധ്യായത്തിന്റെ 1ാം വാക്യം, നമ്മുടെ വിശ്വാസത്തിന്റെ അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കുവീൻ എന്നുള്ള ആഹ്വാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ലുക്ക് ക്ലോസ്ലി അറ്റ് ദ അപ്പോസിൽ ആൻഡ് ഹൈ പ്രീസ്റ്റ് ഓഫ് അവർ കൺഫെഷൻ. ഇനി ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ 3ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തെ പറ്റി മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞുള്ളൂ. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഒരു കോൺസെപ്റ്റിന്റെ ഒരു തുടർച്ച, പിന്നെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ്. ജീസസ് ദ ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിതനായ ക്രിസ്തു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ആകെ 3 വാക്യങ്ങളേ ഉള്ളൂ. എന്നാൽ എന്താണ് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ മഹത്വം, എന്തുകൊണ്ടാണ് ക്രിസ്തു ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കും. വാട്ട് ഇസ് സോ ഗ്രേറ്റ് അബൌട്ട് ജീസസ് ബീയിങ് അവർ ഹൈ പ്രീസ്റ്റ്? 3 കാര്യങ്ങളാണ്. ഒന്ന്,
Jesus is a great high priest because he passed through the heavens. ആകാശങ്ങളിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു. എന്താണ് ഈ ആകാശങ്ങളിലൂടെ കടന്നുപോയത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ലോകത്തിലെ അല്ലെങ്കിൽ ലേവി പൗരോഹിത്യത്തിൽ ഉണ്ടായിരുന്ന ഒരു മഹാപുരോഹിതനെ നോക്കിക്കഴിഞ്ഞാൽ അവരെവിടെ കയറുമെന്നാ പറഞ്ഞത്? അവര് വർഷത്തിൽ ഒരു ദിവസം എവിടെ കിടക്കും? ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന മഹാപുരോഹിതൻ എന്നാണ് പറയുന്നത്. അപ്പം കേവലം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച മഹാപുരോഹിതനല്ല ക്രിസ്തു, മറിച്ച് തന്റെ പുനരുത്ഥാനത്തിലൂടെ സ്വർഗീയ ദേവാലയത്തിലേക്ക് കടന്ന് ഏറ്റവും വിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിച്ചിരിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ മഹാപുരോഹിതൻ. Our Christ is the high priest who has ascended and entered the heavenly holy of holies. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ഇവിടെ ഭൂമിയിലല്ല, മറിച്ച് മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. He is seated at the right hand of the throne of majesty and is interceding for us. അപ്പം ആകാശങ്ങളിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനാണ് ഇവിടെ ലേഖനകർത്താവ് 14-ാം വാക്യത്തിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. എന്താണ്? തന്റെ പുനരുത്ഥാനത്തിലൂടെ സ്വർഗീയ ദേവാലയത്തിന്റെ മഹിമയിലേക്ക് പ്രവേശിച്ച് അവിടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനാലാണ് ജീസസ് ഇസ് എ ഹൈ പ്രീസ്റ്റ് ഹു പാസ് ത്രൂ ദ ഹെവൻസ്. ആകാശങ്ങളിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനാണ് ക്രിസ്തു എന്നുള്ളത് കൊണ്ടാണ് അവൻ ശ്രേഷ്ഠനാണ് എന്ന് ഒന്നാമത് പറയുന്നത്. ഇനി രണ്ടാമത്, Jesus is a high priest because he is able to sympathize with our weaknesses. നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതപിക്കുവാൻ കഴിയുന്നതിനാൽ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നു. He was tested in every way as we are. അല്ലേ? നമ്മൾ പരീക്ഷിക്കപ്പെട്ടതുപോലെ സർവ്വത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടവനാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും എല്ലാം തന്നെ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു മഹാപുരോഹിതനാണ് നമ്മുടെ ക്രിസ്തു. നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് യഥാസമയത്ത് സഹായം നൽകുവാൻ അവന് സാധിക്കും. മൂന്നാമതായിട്ട്, ജീസസ് is a high priest because in the face of all the adversities and temptations that came his way, he still remained without sin. പാപമൊഴികെ അവൻ സർവ്വത്തിലും നമുക്ക് തുല്യനായിട്ട് പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ എന്നാണ് പറയുന്നത്. അല്ലെ? എന്താണ്? എല്ലാത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടിട്ടും he remained without sin. പാപമില്ലാത്തവനായിട്ട് നിൽക്കുവാൻ അവന് സാധിച്ചു. തന്റെ പുനരുത്ഥാനത്തിലൂടെ സാത്താനെ തന്നെ തോൽപ്പിച്ചു കളയുവാൻ അവന് സാധിച്ചു. യഹൂദ മഹാപുരോഹിതന്മാർ ആദ്യം അവര് ആർക്കു വേണ്ടിയാണ്? സ്വന്തം പാപത്തിനു വേണ്ടി യാഗമർപ്പിച്ചിട്ടാണ് ജനങ്ങളുടെ പാപത്തിനു വേണ്ടി യാഗമർപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവോ സ്വയമേ പാപമില്ലാത്ത ഒരു മഹാപുരോഹിതനാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം പാപത്തിന് യാഗമർപ്പിക്കേണ്ടെന്ന ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ ശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതയെ പറ്റി നമ്മൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് അതിൽ നിന്നുള്ള നേട്ടം? വാട്ട് ഈസ് അവർ അഡ്വാൻറ്റേജ്? ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് സാധിക്കും. എന്തിനു വേണ്ടിയാ? കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനും എന്നാണ് എഴുതിയിരിക്കുന്നത്. We have the ability to approach the mercy seat with courage to receive grace and mercy. എന്താണ് ഈ കൃപാസനം? വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ mercy seat? പഴയ നിയമത്തിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃപാസനം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമാണ്. എന്താണ് കൃപാസനം എന്നുള്ളത്? ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമാണ്. പുറപ്പാട് പുസ്തകത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷ്യപ്പെട്ടകത്തിന്റെ മേലുള്ള ദൈവ സാന്നിധ്യമാണ് കൃപാസനം എന്ന് പറയുന്നത്. ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ദ mercy seat is the holy of holies in the temple. ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം. As in Exodus, the mercy seat is the presence of God over the ark of covenant which was placed in the tabernacle within the tent of meeting. സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷ്യപ്പെട്ടകത്തിന്റെ മേലുള്ള ദൈവ സാന്നിധ്യത്തെയാണ് കൃപാസനം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ജനങ്ങൾക്കും തന്റെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്ത രക്തം തളിക്കുവാൻ വേണ്ടിയിട്ട് ചെല്ലും. The high priest would sprinkle the atonement blood for his sins and for the sins of the people. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ തന്നെ ഒരു പ്രായശ്ചിത്ത യാഗമായിട്ട് മരിക്കുകയാണ്. അല്ലെ? He died as an offering for all, sin offering for all of us. അവൻ ചീന്തിയത് അല്ലെങ്കിൽ അവൻ
തളിച്ചത് അവന്റെ സ്വന്തം രക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലെ കൃപാസനം, ദ മേഴ്സി സീറ്റ് ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് ഇസ് ക്രൈസ്റ്റ് ഇറ്റ്സെൽഫ്, അത് ക്രിസ്തു തന്നെയാണ്. ആ കൃപാസനത്തിലേക്ക് നമുക്ക് പഴയ നിയമ കാലഘട്ടത്തിലെ ജനങ്ങളെ പോലെ പേടിയോടെ അടുത്ത് ചെല്ലേണ്ടെന്ന ആവശ്യമില്ല. മറിച്ച് എന്താണ്, വി ക്യാൻ അപ്രോച്ച് അവർ മേഴ്സി സീറ്റ് വിത്ത് കറേജ്. കരുണ ലഭിപ്പാനും തത്സമയത്ത് കൃപ ലഭിപ്പാനും, ടു റിസീവ് മേഴ്സി ആൻഡ് ടു attain grace to get the right support, നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലാം. കാരണം എന്താണ്, ആകാശങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടിട്ടും പാപമില്ലാത്തവനായ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്. പുതിയ നിയമത്തിന്റെ കൃപാസനമായ ക്രിസ്തുവിങ്കിലേക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ നമുക്ക് സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള ഒരു ചിന്തയാണ് 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നൽകുന്നത്. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് സോ ഗ്രേറ്റ് അബൌട്ട് ജീസസ് ബീയിങ് അവർ ഹൈ പ്രീസ്റ്റ്, എന്തുകൊണ്ടാണ് മഹാപുരോഹിതനായ ക്രിസ്തു ഇത്ര ശ്രേഷ്ഠനായത്? 1, അവൻ ആകാശങ്ങളിലൂടെ കടന്നുപോയി. 2, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ മനസ്സിലാക്കുവാൻ അവന് സാധിക്കും. 3, എല്ലാ പരീക്ഷണങ്ങളിലും അവൻ പാപമില്ലാത്തവനായി നിൽക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ട് പ്രായശ്ചിത്തം കഴിക്കുന്ന, സ്വന്തം ജീവൻ നൽകി പ്രായശ്ചിത്തം കഴിച്ചതിനാൽ തന്നെയാണ് ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഇതിനാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. അത്രയുമാണ് 4-ാം അധ്യായം. ഇനി 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ പ്രത്യേകതകൾ, ദ യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രൈസ്റ്റ് ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് എന്നുള്ള ഒരു ചിന്തകളാണ് നമുക്ക് ഈ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് 2 ഭാഗമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ലേവി പ്രീസ്റ്റ്ഹുഡ് അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പൗരോഹിത്യം എന്നുള്ളത് ലേവി കുടുംബത്തിന്റെ, ട്രൈബ് ഓഫ് ലേവിയുടെ ഒരു തലമുറയായിട്ട് കൈമാറി വന്നിരുന്നതായിരുന്നു പഴയ നിയമത്തിലെ പൗരോഹിത്യം, അല്ലെ? അപ്പം പഴയ നിയമത്തിലെ ഒരു മഹാപുരോഹിതൻ എന്ന ഒരു മനുഷ്യൻ വരികയാണെങ്കിൽ ആ ആളുടെ ക്വാളിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ക്രിസ്തുവിൽ എപ്രകാരം ഇത് പൂർണ്ണമാകുന്നു എന്നുള്ള ഒരു കമ്പാരിസൺ ആണ് നമുക്ക് ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഒരു ലേവി കുടുംബത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരു മഹാപുരോഹിതന്റെ ക്വാളിറ്റീസ് എന്ന് നോക്കാം. 1, the priest was chosen from people to represent men before God. The priest should be men. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നവരാണ് ആര്? തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് പുരോഹിതന്മാർ. അങ്ങനെ ദൈവ മുൻപാകെ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന പുരോഹിതൻ അത് മനുഷ്യനായിരിക്കണം. The priest who represents man before God should be a man എന്നുള്ളതാണ് ഒന്നാമത് ഒരു ക്വാളിറ്റി. രണ്ടാമതായിട്ട് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പുരോഹിതൻ നിയുക്തനാകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പുരോഹിതനെ സെലക്ട് ചെയ്യുന്നത്? The priest is selected for divine purposes. He must offer gifts and sacrifices for the remission of sins. പാപപരിഹാരത്തിന് വേണ്ടി കാഴ്ചകളും ബലികളും സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു പുരോഹിതന്റെ ദൗത്യം. മൂന്നാമതായിട്ട് എന്താണ് ഒരു പുരോഹിതന് വേണ്ട ക്വാളിറ്റി? A priest should have empathy. അനുകമ്പാർദ്രമായ ഹൃദയമുള്ളവനായിരിക്കണം. He must be able to deal gently with men. ഒരു പുരോഹിതന് തന്റെ ദൗത്യം നിർവഹിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണമാണ് എന്താണ്? സഹതാപം. അനുഭവിക്കുന്ന പാപികളോട് ഉണ്ടാകുന്ന അനുകമ്പ, സഹതാപം, ഇതൊക്കെ ഒരു പുരോഹിതൻ ഉണ്ടാവണം. നാലാമതായിട്ട് they need to offer sacrifices for their own sins as well as for the sins of others. സ്വന്തം പാപത്തിനും ജനങ്ങളുടെ പാപത്തിനും വേണ്ടി ബലി അർപ്പിക്കുന്നവനായിരിക്കണം. അഞ്ചാമതായിട്ട് പൗരോഹിത്യം ദൈവത്തിന്റെ ദാനമാവണം. ഇറ്റ് ഷുഡ് ബി എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അത് ആരും സ്വന്തമായിട്ട് എടുക്കുന്നതല്ല, മറിച്ച് ദൈവം നൽകുന്നതാണ്. അപ്പൊ ഇതാണ് പഴയ നിയമത്തിൽ നിന്ന് ഒരു പുരോഹിതന്റെ ക്വാളിറ്റീസ് ആയിട്ട്. 1, അവനൊരു മനുഷ്യനായിരിക്കണം. 2, അവൻ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പുരോഹിതന്റെ ദൗത്യം എന്ന് പറയുന്നത് പാപപരിഹാരത്തിന് വേണ്ടി കാഴ്ചകളും അർപ്പിക്കുക, ബലികളും അർപ്പിക്കുക എന്നുള്ളതാണ്. അവൻ അനുകമ്പാർദ്ര ഹൃദയമുള്ളവനായിരിക്കണം. അതുപോലെ തന്നെ സ്വന്തം പാപത്തിനും ജനത്തിന്റെ പാപത്തിനും വേണ്ടി ബലികൾ അർപ്പിക്കണം. അതുപോലെ ദൈവിക ദാനമാണ് പൗരോഹിത്യം എന്നുള്ള 5 ക്വാളിറ്റീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഷുഡ് ബി എ മാൻ എന്നുള്ളതാണ്. ക്രൈസ്റ്റ് വാസ് ബോൺ ആസ് മാൻ, അല്ലെ? ഒരു പൂർണ്ണ മനുഷ്യനായി അവതരിച്ച ക്രിസ്തു മനുഷ്യരിൽ നിന്ന് മനുഷ്യനു വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് എന്നുള്ള ഒന്നാമത്തെ ക്വാളിറ്റി അവിടെ പൂർണ്ണമാക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു പുരോഹിതന്റെ ദൗത്യം ജനത്തിനു വേണ്ടി ബലികളും കാഴ്ചകളും അർപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ ക്രിസ്തുവോ, ക്രൈസ്റ്റ് സാക്രിഫൈസ്ഡ് ഹിംസെൽഫ് ആൻഡ് ഹി സഫേർഡ് ബിറ്റർലി.
for the remission of sins of man. ക്രിസ്തു സർവ്വയാതനയും അനുഭവിച്ച് തന്റെ ജനത്തിന്റെ പാപത്തിനു വേണ്ടി സ്വയമേ ബലിയർപ്പിച്ചവനാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു പുരോഹിതന് വേണ്ട ഗുണമാണ് എംപതി, അനുകമ്പാർദ്രമായ ഹൃദയമുള്ള ആളായിരിക്കണം എന്നുള്ളത്. നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു സർവ്വത്തിലും നമ്മളെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അവൻ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നവൻ മാത്രമല്ല, സഹായിക്കുവാൻ സന്നദ്ധനും പ്രാപ്തനുമാണ്. Our high priest, he doesn't just shows empathy, he is always there to help us in our needs. നാലാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? മഹാപുരോഹിതന്മാർ അവരുടെ പാപത്തിനും സ്വന്തം ജനത്തിന്റെ പാപത്തിനും വേണ്ടിയിട്ട് ബലിയർപ്പിക്കണം. എന്നാൽ എന്താണ് ക്രിസ്തുവിന്റെ പ്രത്യേകത? ക്രിസ്തു പാപവിമുക്തനായിരുന്നതിനാൽ അവൻ സ്വന്തം പാപത്തിന് ബലിയർപ്പിക്കേണ്ടെന്ന ആവശ്യം വരുന്നില്ല. അഞ്ചാമതായിട്ട് priesthood is a gift from God എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം പിതാവിന്റെ തിരുഹിതം അനുസരിച്ചായിരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സങ്കീർത്തനത്തിന്റെ ഉദ്ധരണി തന്നെ അത് പ്രൂവ് ചെയ്യുന്നത് എന്താണ്? He was appointed high priest by God. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പൗരോഹിത്യം സ്വീകരിച്ച ആളാണ് ക്രിസ്തു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ അഹറോനിലൂടെയും ലേവി ഗോത്രക്കാരായ മഹാപുരോഹിതന്മാരിലൂടെയും നടത്തപ്പെട്ട പൗരോഹിത്യം പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ പൂർണ്ണമാവുകയാണ്. The priesthood is complete or perfect in Christ and his priesthood is eternal. ഇതാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് നൽകുന്ന ചിന്ത. 5 ക്വാളിറ്റീസ് ആണ് ഒരു ഹൈ പ്രീസ്റ്റിന്റെ. ക്രിസ്തുവിൽ ഇത് എപ്രകാരം പൂർണ്ണമാകുന്നു. ഇനി രണ്ടാമത്തെ ഭാഗം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമ്മറിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന് എന്താണ്? 5ഉം 6ഉം വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ he has been designated by God. അവിടുന്ന് ദൈവത്താൽ നിയുക്തനാണ്. അതായത് ദൈവം ഇഷ്ടമായിരുന്നു ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്നുള്ളത്. ദൈവം ഒരു ദൗത്യം ക്രിസ്തുവിനെ ഏൽപ്പിക്കുകയാണ്. ഇനി 6ഉം 7ഉം 8ഉം വാക്യങ്ങൾ നോക്കിയാൽ he accepted human limitations. ഈ ഒരു ദൗത്യം സ്വീകരിക്കുവാൻ തക്കവണ്ണം മാനുഷിക പരിമിതികൾ ക്രിസ്തു സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് 7ഉം 8ഉം വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയും 9ഉം 10ഉം ഈ ഒരു മാനുഷിക പരിമിതികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് he carried out high priestly services. അവിടുന്ന് മഹാപുരോഹിത ശുശ്രൂഷ അനുഷ്ഠിച്ചു. ഈ ഒരു 3 കാര്യങ്ങൾ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പൗരോഹിത്യം സ്വീകരിച്ചു, അവൻ മനുഷ്യ പരിമിതികൾ സ്വീകരിച്ചു, അതോടൊപ്പം മഹാപുരോഹിത ശുശ്രൂഷകൾ നടത്തി. ഇതാണ് നമുക്ക് 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പുസ്തകത്തിൽ വളരെ റിച്ച് ആയിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് റെഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 2 സങ്കീർത്തനങ്ങൾ ഇവിടെ എടുത്തുപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സാംസ് ചാപ്റ്റർ 2 വേഴ്സ് 7, നീ എന്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. യു ആർ മൈ സൺ, ടുഡേ ഐ ഹാവ് ബിഗോട്ടൻ യു. ഈ ഒരു ഉദ്ധരണി, ഈ ഒരു സങ്കീർത്തന ഭാഗം ക്രിസ്തുവിന്റെ പൗരോഹിത്യം ദൈവം നൽകിയതാണെന്നും അവൻ സ്വയം ഏറ്റെടുത്തതല്ല എന്നും സ്പഷ്ടമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സങ്കീർത്തനം ലേഖകൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? നീ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ പൗരോഹിത്യം അത് ദൈവം നൽകിയതാണ്, ക്രിസ്തു സ്വയമേ ഏറ്റെടുത്തതല്ല എന്ന് സ്പഷ്ടമാക്കുവാൻ, ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സങ്കീർത്തന ഭാഗം ഉപയോഗിക്കുന്നത്. 2 സാംസ് ചാപ്റ്റർ 1:10 വേഴ്സ് 4, സങ്കീർത്തനങ്ങൾ 110:4, നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനാണ്. യു ആർ എ പ്രീസ്റ്റ് ഫോർ എവർ അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് മെൽക്കിസദേക്ക്. ഇവിടെ എന്നേക്കും, ഫോർ എവർ എന്നുള്ള വാക്ക് നമുക്കറിയാം ഭൂമിയിലുള്ള ഒരു മഹാപുരോഹിതന്മാർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വാക്കല്ലേ. ഇറ്റ് ഡസ് നോട്ട് സ്യൂട്ട് എനി ഹൈ പ്രീസ്റ്റ് ഓഫ് ദ വേൾഡ്. ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ്. നിത്യതയിൽ നിലനിൽക്കുന്ന പൗരോഹിത്യമാണ്. അവനിൽ മാത്രമാണ് രാജ്യത്വവും പൗരോഹിത്യവും ഒരുമിച്ച് സമ്മേളിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു സങ്കീർത്തനം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ഓൺലി ഇൻ ക്രൈസ്റ്റ് ദാറ്റ് ദ കിങ്ഡം ആൻഡ് പ്രീസ്റ്റ്ഹുഡ് യുണൈറ്റ്. ഹിസ് പ്രീസ്റ്റ്ഹുഡ് സ്റ്റാൻഡ്സ് ത്രൂ ഇറ്റേണിറ്റി. അതുപോലെ തന്നെ ഹി ഈസ് ഇൻ ദ ഓർഡർ ഓഫ് മെൽക്കിസദേക്ക്. അവന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. നിത്യതയിൽ നിലനിൽക്കുന്ന പൗരോഹിത്യമാണ്. അവനിൽ മാത്രമാണ് രാജ്യത്വവും പൗരോഹിത്യവും ഒരുമിച്ച് സമ്മേളിക്കുന്നത്. ഇങ്ങനെ 3 ചിന്തകളാണ് നമുക്ക് സങ്കീർത്തനം 110:4 നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം കൂടെ ചേർത്ത് ഒരു രത്ന ചുരുക്കമായിട്ട് നമ്മുടെ ടൈറ്റിൽ പറയുന്ന പോലെ ദി യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രൈസ്റ്റ് ദി ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്, ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 2 സങ്കീർത്തനങ്ങളും ഈ ഭാഗം മുഴുവനും നമുക്ക് നൽകുന്നതായിട്ടുള്ള 5 ചിന്തകളാണ്. 1, ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹറോന്റെ പുത്രന്മാരുടേതുപോലെ താൽക്കാലികമല്ല, അത് നിത്യമാണ്. The priesthood of Christ is not temporary as the sons of Aaron. It is
ഈസ് ഇറ്റേണൽ. രണ്ടാമതായിട്ട് ഇറ്റ് ഇസ് എ പ്രീസ്റ്റ്ഹുഡ് ഇൻ ദ ഓർഡർ ഓഫ് മെൽക്കിസദേക്ക്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത്. മൂന്ന്, ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം അനുസരിച്ചുള്ളതാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം. നാലാമതായിട്ട് ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് ഇസ് സാൽവിഫിക്. ക്രിസ്തുവിന്റേത് രക്ഷാകര പൗരോഹിത്യമാണ്. മനുഷ്യനെ രക്ഷിക്കാൻ മാത്രം കഴിവുള്ളതായിട്ടുള്ള പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം. അഞ്ചാമത്, ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം അനുസരിക്കുന്ന ഏവർക്കും രക്ഷയുടെ ശാശ്വതമായ ഉറവിടമാണ്. ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഇറ്റേണൽ സാൽവേഷൻ ഫോർ ഓൾ ദോസ് ഹു ഒബേ ഹിസ് പ്രീസ്റ്റ്ഹുഡ്. അപ്പം 5 വിശേഷണങ്ങളാണ് ഈ 2 സങ്കീർത്തനങ്ങളിൽ നിന്ന്, നമുക്ക് സങ്കീർത്തന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ പറ്റി. ഒന്ന്, അഹറോന്റേതുപോലെ താൽക്കാലികമല്ല, അത് നിത്യമാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ്, ദൈവഹിത പ്രകാരമാണ്, രക്ഷാകരമായിട്ടുള്ള പൗരോഹിത്യമാണ്. അത് അനുസരിക്കുന്ന ഏവർക്കും രക്ഷയുടെ ശാശ്വതമായ ഉറവിടമാണ് എന്നുള്ള 5 പോയിന്റ്സ് നമുക്ക് അവിടുന്ന് ലഭിക്കും. ഇന്നത്തെ ക്ലാസ് ഈ 2 സങ്കീർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യത്തെ ഭാഗം നമ്മൾ പറഞ്ഞു, 4:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ, എന്തുകൊണ്ടാണ് അവൻ ശ്രേഷ്ഠനാകുന്നത്? ഹി പാസ് ത്രൂ ദ ഹെവൻസ്, ആകാശങ്ങളിലൂടെ കടന്നുപോയി. ഹി ക്യാൻ സിംപതൈസ് വിത്ത് അവർ വീക്ക്നെസ്, നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുവാൻ സാധിക്കുന്നു. ഹി റിമെയിൻഡ് വിത്തൗട്ട് സിൻ, സർവ്വത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടും അവൻ പാപമില്ലാത്തവനായി നിന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നേട്ടം ലഭിക്കുന്നു? കൃപാസനത്തിലേക്ക്, ധൈര്യത്തിൽ കടന്നു ചെല്ലുവാൻ വേണ്ടി ഉള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം നമ്മളെ പഠിപ്പിച്ചത്. രണ്ടാമത്തെ ഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 5:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായിരുന്നു. ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ ഭാഗം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഒരു മഹാപുരോഹിതൻ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ഉണ്ടാവേണ്ടുന്ന ക്വാളിറ്റീസ്, അത് എപ്രകാരം പഴയ നിയമത്തിന്റെ നിഴൽ അല്ലെങ്കിൽ പഴയ നിയമം കാണിച്ച നിഴൽ ക്രിസ്തുവിൽ പൂർണ്ണമാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനിയും 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 2 സങ്കീർത്തന ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. സാംസ് ചാപ്റ്റർ 2 വേഴ്സ് 7, സാംസ് 110 വേഴ്സ് 4. അവിടെ രണ്ടും നമുക്ക് നൽകുന്നതായിട്ടുള്ള 5 സ്വഭാവങ്ങളാണ്, പ്രത്യേകതകളാണ്. ഒന്ന്, അഹ്റോന്റെ പോലെ താൽക്കാലികമായിട്ടുള്ള ഒരു പൗരോഹിത്യമല്ല, ക്രിസ്തുവിന്റേത് നിത്യമായ പൗരോഹിത്യമാണ്. ഹി ഈസ് ദ പ്രീസ്റ്റ്ഹുഡ് ഇൻ ദ ഓർഡർ ഓഫ് മെൽക്കിസദേക്ക്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്, ദൈവഹിത പ്രകാരമുള്ള പൗരോഹിത്യമാണ്. ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് സാൽവിഫിക്, രക്ഷാകരമായ പൗരോഹിത്യമാണ്. അത് വിശ്വസിക്കുന്ന ഏവനും എന്താണ്? രക്ഷയുടെ ശാശ്വതമായ ഉറവിടമാണ്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇറ്റേണൽ സാൽവേഷൻ ഫോർ ഓൾ ദോസ് ഹു ഒബേ ഹിസ് പ്രീസ്റ്റ്ഹുഡ്. ഇത്രയുമാണ് ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തോട് ചേർന്ന് നമുക്ക് 4ഉം 5ഉം അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് 7ാം അധ്യായവും കൂടെ നോക്കും. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ കോമൺ ആയിട്ടുള്ള പല ഭാഗങ്ങളും നമുക്ക് ഇതിലെല്ലാം കാണാം. അപ്പൊ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ടാണ് 2 ക്ലാസ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഇത്രയൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് 7ാം അധ്യായവും കൂടെ നമുക്ക് അതിനുശേഷം പഠിക്കാം. ഓക്കെ, കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.